നമസ്കാരം. ഇന്ന് i2 ന്യൂസ് ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് നേതാവായ രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി കൂമ്പടഞ്ഞു എന്നാണ് ഇപ്പോൾ പലരും പറയുന്നത്. കാരണം ഈ മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് ഫലം വന്നതോടുകൂടി തന്നെ ആളുകൾ ഉറപ്പിച്ചു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി കൂമ്പടഞ്ഞു എന്ന്. എന്നാലും ചില പത്രങ്ങളും ചില PR ഏജൻസികളും ഒക്കെ അദ്ദേഹത്തെ പല വായ്ത്താരിയൊക്കെ പാടുന്നുണ്ട്. അദ്ദേഹം മറ്റേ മഹാരാഷ്ട്ര വിജയത്തിൻ്റെ ശില്പിയാണ് എന്ന്. എന്ത് തോന്നുന്നു? എന്ത് വിജയമാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം അറിയിക്കേണ്ടത്. നമുക്കറിയാമല്ലോ, മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ അവിടെ ഒരു സഖ്യമുണ്ടാകും. മഹാവികാസ് അഘാടി, അതായത് കോൺഗ്രസ്, NCPയുടെ ശരത് പവാർ പക്ഷം, മറ്റൊന്ന് ശിവസേന വിഭാഗമായിട്ടുള്ള ഉദ്ധവ് താക്കറെ വിഭാഗം, ഇവരെ കൂടെ ചേർന്നിട്ടുള്ളതാണ് ഈ മഹാവികാസ് അഘാടി എന്ന് പറയപ്പെടുന്ന സഖ്യം. മറ്റൊന്ന് നമുക്കറിയാം മഹായുതി സഖ്യം, NDA-യുമായിട്ട് ചേർന്നുകൊണ്ട് NDA BJPയുടെ ഘടകകക്ഷി, BJP, ഒപ്പം തന്നെ ഏകനാഥ് ഷിൻഡെയുടെ ശിവസേന, NCPയുടെ അജിത് പവാർ പക്ഷം, എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു വലിയ സഖ്യം. അങ്ങനെ മഹായുതിയും മഹാവികാസ് അഘാഡിയും കൂടി ചേർന്നിട്ടാണ് മഹാരാഷ്ട്രയിൽ വലിയ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. മറ്റൊരു കാര്യം, സാംസ്കാരിക തലസ്ഥാനത്തിനപ്പുറം വ്യാവസായിക തലസ്ഥാനം എന്ന് പറയേണ്ട ഒരു സംസ്ഥാനം മഹാരാഷ്ട്ര എന്ന് പറയുന്നത്. ആ മഹാരാഷ്ട്രയിലെ വിജയം പലപ്പോഴും പാർട്ടികൾക്ക് അനിവാര്യതയാണ്. അതുകൊണ്ടാണ് മഹാരാഷ്ട്രയെ പലപ്പോഴും അവർ അങ്ങനെ നോക്കിക്കാണുന്നത്. കോൺഗ്രസിനും അതൊരു നിൽക്കക്കള്ളിയുള്ള വിഷയം തന്നെയായിരുന്നു, പക്ഷെ നടന്നില്ല. പക്ഷെ ഇതിന് താങ്കൾ ആദ്യം സൂചിപ്പിച്ച പോലെ പ്രവർത്തക സമിതി അംഗം, കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന രമേശ് ചെന്നിത്തലയെ തിരിച്ചൊരു ചാർജ് കൊടുത്ത് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് തന്നെ ഉൾപ്പെടുത്തുവാൻ മല്ലികാർജ്ജുന ഖാർഗെ വന്നതിന് ശേഷം ഒരു ശ്രമം നടത്തി. അതിന്റെ ഭാഗമായിട്ടാണ് മഹാരാഷ്ട്രയിലേക്ക് ഇദ്ദേഹത്തിന് ചാർജ് കൊടുത്ത്, കോൺഗ്രസിന്റെ ചാർജ് കൊടുത്ത്, ചുമതല കൊടുത്ത് അദ്ദേഹം കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിനെ കൊണ്ടുവരികയും ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ അതുകൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ്. കാരണം ഒരു PR വർക്ക് നടക്കുന്നുണ്ട്, വളരെ കൃത്യമായിട്ട് PR വർക്ക് നടക്കുന്നുണ്ട്. ആ PR വർക്കിന്റെ ഭാഗമായിട്ടാണ് താങ്കൾ ഈ പറഞ്ഞതുപോലെ മഹാരാഷ്ട്രയിലെ വിജയത്തിന്റെ ശില്പി രമേശ് ചെന്നിത്തലയാണെന്നൊക്കെയുള്ള അബദ്ധജടിലമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. കാരണം വെറും 16 സീറ്റിൽ മാത്രം വിജയിക്കുക, ഒരു പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം പോലും നേടാനുള്ള അവിടെ 29 സീറ്റ് വേണം. കാരണം 288 നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ളതിൽ അതിന്റെ 10% 29 സീറ്റെങ്കിലും അവിടെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിക്കൂ. ആ പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും ലഭിക്കാത്ത ഒരു പാർട്ടിയാക്കി മാറ്റാൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇവരുടെ പറഞ്ഞ വിജയശില്പി എന്ന് വേണമെങ്കിൽ പറയാം. ഗുജറാത്തിലും ഇതുപോലൊരു നാണം കെട്ട പരാജയത്തിനല്ലേ അദ്ദേഹം അധ്യക്ഷത വഹിച്ചത്. അതുകൂടി നമ്മൾ ഇതിനകത്ത് ചേർത്ത് വായിച്ചു. ഇവിടെ താങ്കൾ പറഞ്ഞ ആ കൂമ്പടഞ്ഞു എന്നുള്ളത് എവിടെയാണ് തുടങ്ങിയെന്നുള്ളതാണ്. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ഇതേപോലെ തന്നെയാണ് രമേശ് ചെന്നിത്തലയെ ചുമതല കൊടുത്ത് ഗുജറാത്തിലേക്ക് അയക്കുന്നത്. ഗുജറാത്തിലെ ഏകദേശം 182 സീറ്റുകളുണ്ട്. ആ 182 സീറ്റുകളിൽ പൂർണ്ണമായിട്ട് 175 സീറ്റുകൾ കോൺഗ്രസ് മത്സരിക്കുന്നു. ആ കോൺഗ്രസ് മത്സരിച്ച സീറ്റുകളിൽ അവിടെ ലഭിച്ചത് വെറും 12 സീറ്റുകൾ. ഈ 12 സീറ്റുകൾ ഞാൻ ഒരു 19 സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ പ്രതിപക്ഷ നേതൃത്വം. അപ്പോൾ രമേശ് ചെന്നിത്തല ചെല്ലുന്നിടമെല്ലാം ഈ തരത്തിലാവുകയാണ്. ഗുജറാത്ത് ആകട്ടെ, ഇപ്പോൾ ഈ മഹാരാഷ്ട്ര, ഇനി അദ്ദേഹം കുപ്പായം തച്ചിരിക്കുന്ന കേരളത്തിലാകട്ടെ, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു മഹാവികാസ് അഘാടി സഖ്യം പോലൊരു സഖ്യം മഹാരാഷ്ട്രയിൽ ഉണ്ടാക്കിയെടുത്ത് കോൺഗ്രസിന്റെ പ്രചണ്ഡമായിട്ടുള്ള മണ്ഡലങ്ങളിലൊന്നാണ് ഈ മഹാരാഷ്ട്ര എന്ന് പറയപ്പെടുന്നത്. അവിടെ ഈ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതുപോലെ തന്നെയാണ് ഗുജറാത്തിന്റെ വിഷയം. ഒരു കണക്കിന് ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ പ്രസൻസ് ഇവിടെ കേരളത്തിൽ ഇല്ലാതിരുന്നത് ഒരു കണക്കിന് കോൺഗ്രസിന് അനുഗ്രഹമായില്ലേ? തീർച്ചയായിട്ടും. അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രത്യേകിച്ച് മുരളീധരന്റെ ഒക്കെ അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ഇദ്ദേഹം കൗണ്ടറുമായി വന്നു കഴിഞ്ഞാൽ ഉറപ്പായി. അത് വളരെ ശരിയാണ്, താങ്കൾ പറഞ്ഞ വളരെ കൃത്യമാണ്. കാരണം ഈ പാലക്കാട്, ചേലക്കര, വയനാട് തെരഞ്ഞെടുപ്പുകളിൽ ആകെ പ്രതീക്ഷയുള്ളതെന്ന് വെച്ചാൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ വിജയം സുനിശ്ചിതമാണ്. അവിടെ ആരുടെയും സാന്നിധ്യം ഉണ്ടാവേണ്ട ആവശ്യമില്ല. അസാന്നിധ്യത്തിൽ പോലും വിജയം ഉറപ്പിക്കുവാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് വയനാട്. അതിലാർക്കും മാറ്റമില്ല. പക്ഷേ ഉള്ള ചേലക്കര കമ്മ്യൂണിസ്റ്റിന്റെ കോട്ടയാണ് എന്ന് CPM-കാർ അവകാശപ്പെടുന്നു 96-ന് ശേഷമാണ്. പക്ഷെ അതിനു മുമ്പ് പലരും അവിടെ പല വട്ടം വിജയിച്ചിട്ടുള്ള മണ്ഡലമാണ് ചേലക്കര. കോൺഗ്രസിന്റെ മണ്ഡലം കൂടിയായിരുന്നു പലപ്പോഴും. പക്ഷെ ആ മണ്ഡലത്തിൽ പിന്നെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം K. രാധാകൃഷ്ണന്റെ അപ്രമാദിത്വമാണ് അതിനെല്ലാം കാരണം. പക്ഷെ അതിനുശേഷം നമ്മൾ പാലക്കാടിലേക്ക് വരുമ്പോൾ പാലക്കാട് എന്ന് പറയപ്പെടുന്ന നിയമസഭാ മണ്ഡലത്തിൽ BJPയുടെ സാധ്യതകൾ വളരെ കൂടുതലായിരുന്ന ഒരു മണ്ഡലമാണ്. BJP നഗരസഭ ഭരിച്ചിരുന്ന ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു പരാജയം BJPക്ക് ഉണ്ടായത് എന്ന് BJP പുനർവിചിന്തനം നടത്തേണ്ടിയിരിക്കുന്നു. അത് BJPയുടെ കാര്യം. പക്ഷെ താങ്കൾ പറഞ്ഞ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ മുരളീധരൻ അവിടുത്തെ സ്ഥാനാർത്ഥിയാവണമെന്ന് DCC ആഗ്രഹിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന കത്ത് പുറത്തു വന്ന സാഹചര്യത്തിൽ അത് ഈ രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തുകയും ഒപ്പം തന്നെ അന്നത്തെ പല സീനിയർ നേതാക്കന്മാർക്കും അതൊരു പാലക്കാട് ഒരു നോട്ടമുണ്ടായിരുന്നു. ഒരു അതിർത്തി അതിനകത്തുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയാക്കിയതിൽ ഷാഫിയോട് വലിയ എതിർപ്പ് അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെ ശ്രീകണ്ഠനും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും എന്നുള്ള ത്രയം
അവർ ചേർന്നിട്ടുള്ള വലിയൊരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. ആ ക്യാമ്പയിൻ അവർക്ക് വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിലവർ അഭിമാനിക്കാം. പക്ഷെ ഇവിടെ താങ്കൾ പറഞ്ഞു വന്ന കാര്യം, കെ മുരളീധരനെ പോലൊരു നേതാവിനെ ഈ വടകരയിൽ നിന്നും തൃശ്ശൂരിലേക്ക് മാറ്റി ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിപ്പിച്ച് പരാജയപ്പെട്ടതിനു ശേഷം അദ്ദേഹത്തിന് അടുത്തൊരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് പാലക്കാടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അത്രത്തോളം അസ്ഥിരതയാണ് എന്നുള്ള പൂർണ്ണ ബോധ്യം കോൺഗ്രസിനുള്ളത് കൊണ്ടാണ് കോൺഗ്രസ് ആ ഒരു കളി കളിക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷെ അത് താങ്കൾ പറഞ്ഞു വന്ന വിഷയം രമേശ് ചെന്നിത്തല ആയതുകൊണ്ട് കെ മുരളീധരൻ അന്ന് പറഞ്ഞ ചില സ്റ്റേറ്റ്മെന്റുകൾക്ക് രമേശ് ചെന്നിത്തല കേരളത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെതിരെ എതിരഭിപ്രായങ്ങൾ പറഞ്ഞേനെ, അല്ലെങ്കിൽ കുറിക്കൊള്ളുന്ന അഭിപ്രായങ്ങൾ പറഞ്ഞേനെ, ഇല്ലെങ്കിൽ അത് കൂടുതൽ വിവാദങ്ങളിലേക്ക് നയിക്കുമായിരുന്നു. എങ്കിൽ പരാജയം രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റുവാങ്ങേണ്ടി വരും. ഇപ്പോൾ ഈ തലയ്ക്കൊഴിഞ്ഞുകൊണ്ട് കളയുന്ന പോലെ മഹാരാഷ്ട്രയിലേക്ക് ഇദ്ദേഹത്തെ അതായത് ആകെയുള്ള ഒരു പ്രതീക്ഷാ കേരളം പോലൊരു സംസ്ഥാനമാണ്. അന്നേരം ഇത്തരത്തിലുള്ള ഒരു ഫ്രിക്ഷൻ ഉണ്ടാക്കുന്ന ഒരു എലമെന്റിനെ വളരെ തന്ത്രപൂർവ്വം ഇവർ കൊണ്ട് മഹാരാഷ്ട്രയെ കളഞ്ഞെങ്കിലും അദ്ദേഹം വളരെ പ്രയത്നം നടത്തുന്നു വീണ്ടും ഇവിടേക്ക് തിരിച്ചു വരുവാൻ. ഈ PR വർക്കുകൾ, നമ്മളിപ്പോൾ മാധ്യമങ്ങളിൽ കാണുന്ന ഈ PR വർക്കുകളും ഇദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഈ റൈറ്റപ്പുകളും എല്ലാം അതിൻ്റെ ഒരു ശ്രമമായിരിക്കത്തില്ല. അങ്ങനെ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? അയ്യോ, ഇതാണ് അവസ്ഥ. ഞാൻ ആദ്യം പറഞ്ഞത്, ഒരു പ്രതിപക്ഷ നേതൃസ്ഥാനം വെറും 29 സീറ്റുകൾ മഹാരാഷ്ട്രയിൽ വാങ്ങാൻ കഴിയാത്ത ഒരു പാർട്ടിയാക്കി ചുരുക്കാൻ ഈ രമേശ് ചെന്നിത്തലയ്ക്ക്, അതുപോലെ ഒരു 19 സീറ്റ് വാങ്ങി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ കഴിയാത്തൊരു പാർട്ടിയായി ഗുജറാത്തിൽ കോൺഗ്രസിനെ തീർത്തതും ഇതേ അധ്യക്ഷ പദവിയിലേക്ക് എത്തപ്പെട്ട ഇതേ നേതാവാണ് രമേശ് ചെന്നിത്തലയാണ്. എന്തടിസ്ഥാനത്തിലായിരിക്കും കേരളത്തിലെ കോൺഗ്രസുകാർ ഈ പറഞ്ഞ മഹാനുഭാവനെ വിശ്വസിക്കുക? ഏതടിസ്ഥാനത്തിലായിരിക്കും? പാർട്ടി വിശ്വസിക്കുന്നുണ്ടോ? പാർട്ടിക്കാർ വിശ്വസിക്കുന്നുണ്ടോ? ഇനി പാർട്ടി അണികൾ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നും ഒരു വിധത്തിലും വിശ്വാസ്യതയില്ലാത്തൊരു നേതാവായി രമേശ് ചെന്നിത്തല മാറിക്കഴിഞ്ഞു. മറ്റൊന്ന്, ഇദ്ദേഹം ഈ ഭരണത്തിലിരിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, ഒരു രാശിയില്ലാത്ത നേതാവാണെന്ന് പറയുന്നത്. മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ചു കഴിഞ്ഞു. ഇതിന്റെ ഒരു വിഷയങ്ങൾ പലതും ഈ രമേശ് ചെന്നിത്തല ഗ്രൂപ്പിസത്തിന്റെ വക്താവായി മാറുകയാണ്. പലപ്പോഴും ഈ ഗ്രൂപ്പിസത്തിന്റെ വക്താവായി മുൻകാലങ്ങളിൽ നമുക്കറിയാം, ഉമ്മൻചാണ്ടിയൊക്കെ 2004 കാലഘട്ടത്തിൽ ഭരിച്ചിരുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഒരു തുടർഭരണം ഇവിടെ ഉണ്ടായേനെ. ആ ഒരു സാധ്യത നിലനിൽക്കും. കാരണം ജനസമ്പർക്ക പരിപാടി അടക്കം കൊണ്ടുവന്ന് ജനങ്ങൾക്ക് ജനക്ഷേമപരമായ പരിപാടികൾ നടപ്പിലാക്കുന്ന മുഖ്യമന്ത്രി എന്നുള്ള ഖ്യാതി അന്ന് ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. കാരണം 72 മണിക്കൂറോളം ഒക്കെ ഈ നമ്മുടെ തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിലൊക്കെ ജനങ്ങളെ കാണുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ആ ശ്രമത്തിന്റെ ഭാഗമായിട്ട് വളരെ അംഗീകാരങ്ങളൊക്കെ കിട്ടിയതാണ്. പക്ഷേ ആ അംഗീകാരങ്ങളെയൊക്കെ ഒരു നിമിഷം കൊണ്ട് കാറ്റിൽ പറത്തുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിനെ, ഉമ്മൻചാണ്ടിയെ ശരിക്ക് ശോഭകേട് ചെയ്യുന്ന തകർക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം ആസൂത്രണം ചെയ്ത ഇദ്ദേഹമല്ലേ? ഇതൊരു കാലത്തിന്റെ കാവ്യനീതി എന്നത് പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന് കാലം കാത്തുവെച്ചൊരു സമ്മാനമല്ലേ ഈ കിട്ടുന്ന ഓരോ തിരിച്ചടികളും? അതേസമയം ഇദ്ദേഹം അത്തരത്തിലുള്ളൊരു ഈ ശിഥില പ്രവർത്തനങ്ങളുമായി പോകാതിരിക്കുവായിരുന്നെങ്കിൽ കോൺഗ്രസിന്റെ നില ഇതിനേക്കാളും മെച്ചമാകുകയും വീണ്ടും ഈ ഒരു പിണറായി സർക്കാർ വരുന്നതിൽ വീണ്ടും ഒരു ഉമ്മൻചാണ്ടി സർക്കാർ തന്നെ വരാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നില്ലേ? ഞാനത് പറഞ്ഞത് ആ ഒരു കാലഘട്ടത്തിൽ, അതായത് ആ ഒരു സമയത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന് രണ്ടാമതും ഒരു ഭരണം ലഭിക്കുമെന്നുള്ള ഒരു മാനസികാവസ്ഥ അന്ന് എനിക്കൊന്ന് കേരളത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ മനസ്സിലാക്കിയ കോൺഗ്രസ് നേതാക്കളിൽ മുതിർന്ന നേതാവാണ് രമേശ് ചെന്നിത്തല അടക്കമുള്ളവരുടെ ഇടപെടൽ പലപ്പോഴും ഉമ്മൻചാണ്ടിയെ പോലൊരു നേതാവിനെ കരിവാരി തേക്കുന്നതിൽ വളരെ ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുള്ള ആൾക്കാരാണ് എന്ന് തിരിച്ചറിയിക്കുന്നു ഇന്ന് കോൺഗ്രസ്സുകാർ. അന്ന് അവർ അറിഞ്ഞില്ലെങ്കിലും ഇന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. അന്ന് അടൂർ പ്രകാശ് അടക്കമുള്ളവർക്ക്, അന്ന് അടൂർ പ്രകാശ് മന്ത്രിയായിരുന്ന സമയത്ത് പോലും അദ്ദേഹത്തിനെയൊക്കെ കരിവാരി തേക്കാൻ ഈ പല തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് കോൺഗ്രസിനുള്ളിൽ തന്നെ ഉണ്ടാകുന്നതാണ്. അത് പല കാലങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. കോൺഗ്രസ്സുകാർ തന്നെ പരസ്പരം ഇങ്ങനെ ചെളിവാരി അറിയുന്നത് കൊണ്ട് അവർ തന്നെ അവർക്കുള്ള വാരിക്കുഴികൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ പക്ഷേ ഒരു തുടർഭരണം എന്നുള്ളത് ഉമ്മൻചാണ്ടിയുടെ കയ്യിൽ ഭദ്രമായിരുന്നു. പക്ഷെ ആ തുടർഭരണത്തിലേക്ക് എത്തിക്കുവാൻ കോൺഗ്രസിനകത്തുള്ള നേതാക്കന്മാരിൽ സമുന്നതനായിട്ട് രമേശ് ചെന്നിത്തല അടക്കമുള്ളവരുടെ ഇടപെടലുകൾ പലപ്പോഴും അതിന് തടസ്സമായി മാറി. 2 പ്രാവശ്യം ഇവർ ഒപ്പോസിഷനിൽ ഇരിക്കേണ്ടി വരുന്നത്, അതായത് ഒരു ഇത്രയും വലിയൊരു ദീർഘകാലം പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ഈ പാർട്ടിയെ കൊണ്ടെത്തിക്കേണ്ടുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇനിയും എന്തോ ഒരു സാധ്യതയുണ്ട് ഇദ്ദേഹത്തിന്, ഇനി ഒരു ഹരിപ്പാട് ഒരു അവസരം കൂടെ പാർട്ടി കൊടുത്തൊരു പരീക്ഷണം നടത്തുവാൻ? പരീക്ഷണം എന്നുള്ളത് എന്തായാലും നടക്കും ശ്രീ സുനിൽ, എന്തായാലും നടക്കും. കാരണം രമേശ് ചെന്നിത്തല പോലും നേതാവിനെ മാറ്റി നിർത്താൻ പറ്റില്ല. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് അദ്ദേഹത്തിന് മാറ്റി നിർത്തി ഒരു സ്ഥിതിവിശേഷം ഒരിക്കലും നിലവിലുണ്ടാകില്ല. കാരണം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള സീറ്റ് കൃത്യമായിട്ടും രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിക്കും. പക്ഷെ ലഭിച്ചാലും അദ്ദേഹം മത്സരത്തിൽ വിജയിക്കുമോ എന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ട്. അത് കോൺഗ്രസിനുള്ളിൽ തന്നെയുണ്ട്, രമേശ് ചെന്നിത്തലയ്ക്കുമുണ്ട്. കാരണം രമേശ് ചെന്നിത്തല അടക്കമുള്ള 5ഓളം പേർ കുപ്പായം തുന്നി വെച്ചിട്ടുണ്ട്, ഈ പറയുന്ന മുഖ്യമന്ത്രി കുപ്പായം.
അത് വി ഡി സതീശനാവട്ടെ, കെ സുധാകരനാവട്ടെ, കെ സി വേണുഗോപാലാവട്ടെ, ശശി തരൂരാവട്ടെ, എന്തിന് രമേശ് ചെന്നിത്തല, ഇങ്ങനെ 5 പേർ ഈ കുപ്പായം തുന്നി വെച്ചവർ തന്നെയാണ്. പക്ഷേ ഇതിൽ ആരായിരിക്കും ഭരിക്കുക? ഇനി യു ഡി എഫിന് കടന്നു വരാൻ കഴിയുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആ രാഷ്ട്രീയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണം. അങ്ങനെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു മേൽക്കൈ കിട്ടുമെന്ന് എനിക്കൊരിക്കലും തോന്നുന്നില്ല. കാരണം അദ്ദേഹം പരാജയപ്പെടുവാനുള്ള സാധ്യത. കാരണം ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി വി ഡി സതീശന്റെ നില കുറച്ചുകൂടെ മെച്ചപ്പെട്ടില്ലേ? നില മെച്ചപ്പെട്ടു. അതുമാത്രമല്ല, ഒരു ശക്തമായ ഒരു ആന്റി ഇൻക്യുംബൻസി ഫാക്ടർ, ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ അലയടിക്കുന്നു, ശക്തമായ എന്ന് പറയാനും പറ്റില്ല. കാരണം അങ്ങനെയെങ്കിൽ ചേലക്കര ഇടതുപക്ഷം അത് ഇടതുപക്ഷത്തിന് ഇപ്പൊ പറയാൻ പറ്റുന്ന ഒരു സാധ്യതയാണത്. ഏകദേശം 39,837 വോട്ടുകൾ അന്ന് കെ രാധാകൃഷ്ണൻ കഴിഞ്ഞ 21 തിരഞ്ഞെടുപ്പിൽ നേടിയ മണ്ഡലമാണ് ചേലക്കര. പക്ഷെ ഇപ്പോ അത് 12,000 ബി ജെ പിയും ഒരു കുതിപ്പോടെ നടത്തേണ്ട 21% ബി ജെ പിയും 28,000 വോട്ടിന്റെ കുറവ് അവിടെ ഉണ്ടാക്കിയെടുക്കുവാൻ ഒന്നാം സ്ഥാനത്ത് നിന്ന് 2ാം സ്ഥാനത്തിലേക്ക് എത്തിയ രമ്യ ഹരിദാസിന് കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യം. അപ്പോൾ ഈ പറയുന്ന പോലെ അവിടെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ അതിനെ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ട് വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് കാരണം ബി ജെ പി നേടിയ വോട്ടുകളാണ്. ഉണ്ടെങ്കിൽ ആ വിജയം കോൺഗ്രസിന് ലഭിച്ചേനെ. പക്ഷെ അതിന് അത്രത്തോളം മെരുക്കിയെടുക്കുവാനും പിന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലെ ചില പാകപ്പിഴകളും ഒക്കെ ചേലക്കരയിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ താങ്കൾ പറഞ്ഞ പോലെ എനിക്കിപ്പോഴും അത് ഓർക്കുമ്പോൾ ഒരു തമാശയായി തോന്നുന്നു. രമേശ് ചെന്നിത്തലയുടെ ഇടപെടലുകൾ അവിടെയൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് ഇത്രയൊക്കെ വോട്ടുകൾ നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അന്നേരം ഈ നിലവിലുള്ള സാഹചര്യങ്ങളെല്ലാം നമ്മൾ അപഗ്രഥിച്ച് നോക്കിക്കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ ഭാവി കൂമ്പടഞ്ഞു എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുമോ? പറയാൻ കഴിയും. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഏതൊരു സ്ഥലത്തും നമ്മൾ മറ്റൊരു കാര്യം, രമേശ് ചെന്നിത്തലയുടെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ 25ാമത്തെ വയസ്സിൽ MLA-യും 26ാമത്തെ വയസ്സിൽ മന്ത്രിയുമൊക്കെ ആയ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തല പോലെ മറ്റൊരാളില്ല. അത്രയും വ്യക്തിത്വവും വ്യക്തിപ്രഭാവവും ഉണ്ടാക്കിയെടുക്കുവാൻ കെ കരുണാകരനെ പോലൊരു നിഴലായി നിൽക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പോലൊരു വലിയ ലീഡറിന്റെ നിഴലായി നിന്നതുകൊണ്ട് നേടിയെടുക്കാൻ കഴിഞ്ഞ വ്യക്തിയാണ്. പക്ഷെ അത് ആ കൺസിസ്റ്റൻസി തുടർച്ചയായിട്ട് കൊണ്ടുപോകാൻ ഒരു നേതാവെന്ന നിലയിൽ രമേശ് ചെന്നിത്തല അന്നേ ആയിട്ടില്ല. അദ്ദേഹം കേരളത്തിൽ നിന്ന് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹത്തിനെ പറിച്ചു നടക്കുമ്പോഴും ആ ദേശീയ രാഷ്ട്രീയത്തിലും അദ്ദേഹത്തിന്റെ നിലനിൽപ്പ് മാത്രമാണ് അദ്ദേഹം നോക്കി. ഒരിക്കലും അത് ജനങ്ങളുമായിട്ട് എങ്ങനെ ഇടപഴകാം, ജനങ്ങളുമായിട്ട് എങ്ങനെ സംവദിക്കാം എന്നൊന്നും രമേശ് ചെന്നിത്തല പോലുള്ള നേതാവിന് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിയില്ല. പക്ഷെ ഉമ്മൻചാണ്ടിയെ നോക്കൂ നിങ്ങൾ. ഉമ്മൻചാണ്ടി എന്ന് പറയപ്പെടുന്നത് ഒരു നേതാവ്, കോൺഗ്രസ്സാണ്. ഞാൻ രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരു കോൺഗ്രസ് പാർട്ടിയെ കുറിച്ചല്ല പറയാം. പക്ഷെ ഒരു രാഷ്ട്രീയ നേതാവ് മരണപ്പെടുന്നു. ആ മരണപ്പെടുന്ന ആള് ഇവിടെ നിന്ന് നമുക്ക് തോന്നുന്നത് ഈ തിരുവനന്തപുരത്ത് നിന്ന് പുതുപ്പള്ളി വരെ പോകാൻ വേണ്ട സമയം എന്ന് പറയപ്പെടുന്നത് 4-5 മണിക്കൂർ മാക്സിമം. പക്ഷേ 33 മണിക്കൂർ എടുത്തിട്ടാണ് അദ്ദേഹത്തിന്റെ ശവമഞ്ചം ഇവിടെ നിന്നും അവിടെ എത്തുന്നത്. കണ്ണീരോടുകൂടി 2 വശങ്ങളിലും കാത്തുനിന്ന ജനങ്ങൾ ഇനി ഒരിക്കലും ഉമ്മൻചാണ്ടിയെ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവരാണ്. അപ്പോൾ എന്ത് ചെയ്തിട്ടാണ് ഈ ജനങ്ങൾ ആ മനുഷ്യനെ കാണാൻ നിന്നതെന്ന് മാത്രം ചിന്തിച്ചാൽ മതി അദ്ദേഹത്തിന്റെ ജനകീയത മനസ്സിലാക്കാൻ. ഇങ്ങനെ ഒരു യാത്രയപ്പോൾ ഇനി ഒരു നേതാവിനും ലഭിക്കില്ല, രമേശ് ചെന്നിത്തലയ്ക്ക് ഒട്ടും ലഭിക്കില്ല. കാരണം ജനങ്ങളെ അടുത്തറിയാൻ കഴിയാത്ത ഒരു നേതാവ്. ജനങ്ങളെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഈ പറയുന്ന ഒരു തരത്തിലുള്ള വികാരവും ഇദ്ദേഹത്തിനെതിരെ ഉണ്ടാകില്ല. പക്ഷെ ഇനി ഉണ്ടാകാൻ പോകുന്നത് എതിരായിട്ടുള്ള വികാരങ്ങൾ മാത്രമാണ്. അവിടെ നമ്മൾ ഈ പറഞ്ഞ ഭരണവിരുദ്ധ വികാരമൊന്നും ആയിരിക്കില്ല ഇദ്ദേഹത്തിനെ തകർക്കുന്നത്. ജനകീയത എന്നുള്ളത് ഇല്ലാത്തത് കൊണ്ട് മാത്രം പരാജയപ്പെട്ടു പോകുന്ന ഒരു നേതാവായി രമേശ് ചെന്നിത്തല മാറാൻ പോവുകയാണ്. അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ഇനി മുന്നോട്ട് പോകുവാൻ ഇടമില്ല. ദേശീയ രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹത്തിന് കൊണ്ടുപോയിട്ടും കാര്യമില്ല. കേരള രാഷ്ട്രീയത്തിൽ ഈ പറയുന്ന പോലെ നേതാക്കന്മാരുടെ അതിപ്രസരമുണ്ട്. മാത്രമല്ല, താങ്കൾ നേരത്തെ സൂചിച്ച പോലെ സതീശന്റെ ഇമേജ് കുറച്ചുകൂടി വർദ്ധിച്ചു. പി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള സ്ഥലത്തിലും ഒപ്പം തന്നെ ഈ UDF-ഉമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പാലക്കാട് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിജയത്തോടു കൂടി ഒരു പടി മുന്നിൽ തന്നെയാണ് വി.ഡി. സതീശൻ എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് വി.ഡി. സതീശനെ മാറ്റി നിർത്താൻ കഴിയില്ല കേരള രാഷ്ട്രീയത്തിൽ. അതുപോലെ തന്നെ കെ സുധാകരൻ മാറിയാലും പുതിയൊരു ഐക്കൺ അവിടെ ഉണ്ടാകും. അത് കെ സി വേണുഗോപാലിനെ പോലുള്ളവരായിരിക്കും. അതൊക്കെ നമുക്ക് മറ്റ് രാഷ്ട്രീയ ചർച്ചകളിലേക്ക് പോകേണ്ട വിഷയങ്ങളാണ്. അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് രമേശ് ചെന്നിത്തല പോലൊരു നേതാവിനെ കേരളത്തിൽ കോൺഗ്രസിന് ആവശ്യമുണ്ടോ, കേരളത്തിന് ആവശ്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അദ്ദേഹത്തിന് ആവശ്യമില്ല എന്ന് തന്നെ ഇവർ പറയുക തന്നെ ചെയ്യും. അതുകൊണ്ട് കൂമ്പടഞ്ഞു പോയി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയ ഭാവി എന്ന് പറയപ്പെടുന്നത് അവതാളത്തിലാണ്, അനിശ്ചിതത്വത്തിലാണ്. അപ്പോൾ ഈ ഒരു ചർച്ചയുടെ കൺസെൻസ് എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്, രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ ഭാവി അവതാളത്തിലായി അനിശ്ചിതത്തിലായി കൂമ്പടഞ്ഞു. ഇനി ഒരിക്കലും ഒരു രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാൻ
അല്ലെങ്കിൽ പുതിയ പുതിയ തലങ്ങളിലേക്ക് പോകാൻ സ്ഥാനമില്ല, സ്പേസ് ഇല്ല എന്ന് തന്നെ പറയേണ്ടിരിക്കുക. അതാണ് രമേശ് ചെന്നിത്തലയെ കുറിച്ച് പറയാനുള്ളത്. കാരണം ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തലയെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കേരളത്തിലെ കോൺഗ്രസിന് കഴിയില്ല, ദേശീയ കോൺഗ്രസിന് കഴിയില്ല എന്ന് വരുമ്പോൾ ഇനിയൊരു രാഷ്ട്രീയ വനവാസത്തിലേക്ക് രമേശ് ചെന്നിത്തല പോകേണ്ടിയിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതാണ് എനിക്ക് അവസാനമായിട്ട് പറഞ്ഞു വെക്കാനുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതുകൊണ്ട് നമുക്ക് രമേശ് ചെന്നിത്തല രാഷ്ട്രീയ ഭാവി എന്തെന്ന് ചോദിച്ചാൽ ഇവിടെ അവസാനിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.